Hi, Namaste, welcome back to my channel Vintada. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. ഇൻട്രാഡേ ആണെങ്കിലും നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും സ്കാൽപ്പിംഗ് ആണെങ്കിലും നമ്മുടെ സോഫ്റ്റ് വിൻറ്ററിൽ എല്ലാ മാർക്കറ്റും സപ്പോർട്ടാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ മൂവ്മെൻറ്റ് പോകുന്ന സ്റ്റോക്കുകളിൽ, അതായത് നമുക്ക് വീക്കിലി, അതായത് ഒരാഴ്ചയോളം ചിലപ്പം 1 വീക്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് പോകുന്ന സ്റ്റോക്കിൽ ഒരുപാട് സ്റ്റോക്കുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ സ്റ്റോക്കിലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഇതിൽ ഏത് സ്റ്റോക്ക് എടുക്കണം, ഏത് പോയിന്റിൽ എൻട്രി എടുക്കണം, എക്സിറ്റ് എവിടെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് നല്ലൊരു ഡൗൺ പോയ 2 സ്റ്റോക്കുകളാണ്. ഒന്ന് കല്യാൺ ജുവലേഴ്സും അതേപോലെ തന്നെ ഡോക്ടർ റെഡ്ഡിക്കും കഴിഞ്ഞ ആഴ്ചകളിൽ നല്ലൊരു ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച അത് മാർക്കറ്റ് നല്ല രീതിയിൽ 29th കഴിഞ്ഞതിന് ശേഷം കല്യാൺ നല്ലൊരു അപ് ട്രെൻഡ് പോയി 26 പോയിന്റ്സുള്ള ഇപ്പോൾ അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ ബൈ തന്നെയാണ്. അതേപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി ആണെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ നല്ലൊരു ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ ആണ്. ഇപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ദിവസമായിട്ട് ഇപ്പോൾ ബൈ ഉണ്ട്, 20 പോയിന്റ്സെല്ലാം കയറിയിട്ടുണ്ട്. 30 മിനിറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബൈ ഇൻഡിക്കേഷൻ തന്നു. നമുക്കത് 18 പോയിന്റുകൾ ഇപ്പോൾ കയറി. ലാസ്റ്റ് വന്ന ബൈ ട്രേഡ് പ്രകാരമാണ് നമുക്ക് 1-ാം തീയതി തന്നത്. അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്റ്റോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതേപോലത്തെ സ്റ്റോക്കുകൾ നമുക്ക് നോക്കി നമുക്ക് നമ്മുടെ വാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി മാർക്കറ്റിൻ്റെ മൊമെൻറ്റ് നോക്കി നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഡൗൺ പോയ സ്റ്റോക്കുകളിൽ നമ്മൾ പെർഫോമൻസ് നോക്കാൻ നമുക്ക് 1-2 ആഴ്ചകളിൽ നമുക്ക് അപ് ട്രെൻഡ് പോയി നമുക്ക് അതുപോലെ ഹ്യൂജ് റിട്ടേൺസ് എടുക്കാം. അതിന് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഡോക്ടർ റെഡ്ഡി, അതേപോലെ തന്നെ സിപ്ല, അതേപോലെ തന്നെ എച്ച് എയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് കഴിഞ്ഞ ആഴ്ച നല്ലൊരു അപ് ട്രെൻഡ്, പിന്നെ ഒരു ഡൗൺ ഇറങ്ങി ഇപ്പോൾ തിരിച്ച് പിന്നെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ എല്ലാ സ്റ്റോക്കും കൂടെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വോളിയം വരുന്ന നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം ആഡ് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് എച്ച് എല്ലിൻ്റെ പെർഫോമൻസ് ഞാൻ മിക്കവാറും നോക്കാറുണ്ട്. അതേപോലെ ബി എല്ലിൻ്റെയും UPLൻ്റെയും മിക്കവാറും നോക്കുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് 30 മിനിറ്റ്സിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന അപ് ട്രെൻഡ് പ്രകാരം 2 ദിവസമായിട്ട് ഇപ്പോൾ ബൈ കയറണം. ഇപ്പോൾ ഇന്നും കയറിക്കൊണ്ടിരിക്കുന്ന 68 പോയിന്റോളം കിട്ടി. 1 അവറിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല ഡൗൺ ആയിരുന്നു. ലാസ്റ്റ് ബൈസിക്ക് 29th വന്നാണ്, പക്ഷേ കൺഫേം ആയില്ല. ഇന്നലെയാണത് കൺഫേം ആയത്. ഇന്നലെ കൺഫേം ആയി. ഇന്നിപ്പോൾ മാർക്കറ്റ് പിന്നെയും കയറുന്നുണ്ട്. 55 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് എച്ച് നല്ലൊരു റിട്ടേൺ നമുക്ക് മിക്കവാറും കിട്ടുന്ന സ്റ്റോക്കാണ്. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു, നല്ല പെർഫോമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ലൈവ് പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഞാൻ കല്യാൺ ജ്വല്ലേഴ്സിനെ പ്രത്യേകിച്ച് ഡോക്ടർ റെഡ്ഡിയുടെയും പെർഫോമൻസ് ആണ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു ഡൗൺ സൈഡ് പോയിന്റ്. ഇന്നിപ്പം ഈ 2-3 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നല്ല കയറി നല്ല റിട്ടേൺ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. ഇപ്പോഴും ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ പോയിട്ടില്ല. അപ്പോൾ എങ്ങനെ പെർഫോമൻസ് ഇതിനകത്ത് ട്രേഡ് എങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും നോക്കിയാൽ മതി. ഒരു സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് അലേർട്ട് തരും. ഈ അലേർട്ട് നമുക്ക് തരുന്ന സമയത്ത് മേലിൽ അതിൻ്റെ ഡീറ്റെയിൽസും താഴെ അതിൻ്റെ ടാർഗറ്റുകളും കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് ഈ ക്യാൻഡിൽ കളറ് ഗ്രീൻ വേണം, താഴെ ഗ്രീൻ വേണം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആയിട്ടില്ല, താഴെ ഗ്രീൻ വന്നതും മേളിൽ ഗ്രീൻ വന്ന് ഈ ഒരു റേറ്റിലാണ് അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഇപ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസ് വന്ന് കൺഫേം ആയത് ഈ സെക്കൻഡ് ക്യാനിൽ നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. അവിടുന്ന് 459 നമ്മൾ ട്രേഡ് എടുത്താണ്. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ 83 നിൽക്കുകയാണ്. 10-25 പോയിന്റോളം പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും അപ് ട്രെൻഡ് കയറിക്കൊണ്ടിരിക്കുന്നു. ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിറ്റ് ലെവൽ പറഞ്ഞിട്ടില്ല. എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കളർ ചേഞ്ച് തരും, അവിടെ എക്സിറ്റ് ചെയ്ത് വിട്ടേച്ചാൽ അതുവരെ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഡോക്ടർ റെഡ്ഡി നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡിയിൽ നമുക്ക് ലാസ്റ്റ് അപ് ട്രെൻഡ് തന്നത് നമുക്ക് അപ്രോക്സിമേറ്റ് 1-ാം തീയതിയാണ്. ആ സമയത്ത് എൻട്രി പോയിന്റ് തന്നു, ടാർഗറ്റ് വന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ കയറി. കൺഫർമേഷൻ വന്ന് ബ്രേക്ക്ഔട്ട് പോയിന്റ് ശേഷം എടുത്തേച്ചാൽ മതി. ഇപ്പോൾ 30 മിനിറ്റ്സ് നോക്കുമ്പോൾ കുറച്ച് കയറിയ കൺഫേം ആയിരിക്കും. പക്ഷേ 15 മിനിറ്റ്സിൽ അവിടെ നേരത്തെ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ സിഗ്നൽ വന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 1-380 കൺഫേം പോയി. അവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഹോൾഡ് ചെയ്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ നോക്കുന്നത് 56ലാണ്. നല്ല റിട്ടേൺ ആയിട്ടുണ്ട്. ചെറിയ പോയിന്റോളം പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ആണ് ഇൻട്രാഡേക്ക്. 2-3 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് നമുക്ക് ട്രേഡ് എടുക്കാം. അതേപോലെ 30 ആണെങ്കിൽ ഒരാഴ്ചത്തേക്ക്, 1 അവറിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 1 മാസം വരെ, അതേപോലെ തന്നെ 4 അവർ പോകുമ്പോഴത്തേക്ക് 1 മാസത്തിന് മേളിൽ. ഓക്കെ, കൺഫർമേഷൻ വന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ശേഷം എടുത്തേച്ചാൽ മതി. ഇവിടെ സിഗ്നൽ വന്ന് കൺഫർമേഷനും റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് ഇവിടുന്നാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. അവിടെ നിന്ന് ട്രേഡ് എടുത്ത് ഇപ്പോഴും ആ ട്രേഡ് ഹോൾഡിംഗ് ആണ്. നല്ല റിട്ടേൺസ് ആണ്. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ലൊരു ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ ഇന്ന് പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ സൈഡാണ്. താഴെ നോക്കുകയാണെങ്കിൽ നല്ല ഡൗൺ സൈഡ്. ഇതിന് മുമ്പ് ഇതിനൊരു അപ് ട്രെൻഡ് പോകുന്ന സ്റ്റോക്കാണ് ഡോക്ടർ റെഡ്ഡി. മിക്കവാറും ഇൻട്രാഡേക്കും അതേപോലെ പൊസിഷനും നോക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അതേപോലെ ബജാജ് ഓട്ടോയ്ക്ക് മിക്കവാറും പെർഫോമൻസ്, അതേപോലെ സ്വിംഗ് ട്രേഡിംഗ്
ട്രേഡിങ്ങിനാണെങ്കിൽ ഇൻട്രാഡേക്കാണ് പെർഫോമൻസ് വരുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.